ഹലോ ഗൈസ്, ഞാൻ ഇന്ന് രണ്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്രോമാൻസ് ആണ്, രണ്ട് ദാവീദാണ്. അപ്പോൾ ആദ്യം ബ്രോമാൻസിലേക്ക് വരാം. പെട്ടെന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഈ ബ്രോമാൻസ് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ അമൽ ഡേവിസിന്റെ ആണ്. അത് സംഗീത് പ്രതാപിന്റെ ആണ്. പുള്ളി കിടിലമായിരുന്നു. പുള്ളി സിനിമയിൽ കാണിക്കുന്ന ഓരോ സീനിലും നമുക്ക് ചിരി വർക്കൗട്ട് ആവുന്നുണ്ട്. അതായത് പുള്ളിയുടെ മാനേഴ്സ് ആവട്ടെ, ഡയലോഗ് ആവട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും ഒരു ഓവർ ആക്കാതെ അല്ലെങ്കിൽ ഒരു വളിപ്പാക്കാതെ പുള്ളി അടിപൊളിയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജോൺ ചേട്ടനെ നൈസ് ആയിരുന്നു. അതല്ലാണ്ട് എനിക്ക് ആ സിനിമയിൽ അങ്ങനെ എടുത്തു പറയാൻ വേറെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഒന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് മാത്യൂസിന്റെ ഒക്കെ കാര്യം എനിക്ക് ഭയങ്കര വെറുപ്പീരായിട്ടാണ് എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഇവരുടെ അതായത് ഈ അമൽ ഡേവിസിന്റെ ഷാജോൺ ചേട്ടന്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന അവരെ കാണിക്കുന്ന സീനിലൊക്കെ അത്യാവശ്യം ചിരി വരുന്നുണ്ട്. അതിന്റെ പേരിൽ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാമെന്നല്ലാതെ ഈ റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ പോയി കണ്ടത്. പക്ഷെ ആ റിവ്യൂലൊക്കെ കാണുന്നതിന്റെ അത്രയും വലിയ ഇമ്പാക്ട് ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഒരു കൊച്ചു സിനിമ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം, തിയേറ്ററിലല്ലേ നാളെ OTT വരുമ്പോൾ കാണാമെന്നുള്ളൂ. അത്രയ്ക്ക് തിയേറ്റർ വാച്ചബിൾ ആവശ്യപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ സിനിമ ദാവീദാണ്. ദാവീദ് സിനിമ എനിക്ക് ഓക്കെ ആണ്. അതായത് അതിൽ പെപ്പെ കിടിലുമാണ്. പെപ്പയുടെ ഇടി അറിയാമല്ലോ. പിന്നെ അതിനകത്ത് നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഇസ്മയിൽ എന്ന മറ്റാണ്, പുള്ളി അടിപൊളിയാണ്. പിന്നെ സൈജു ഗ്രൂപ്പ് കുറച്ച് പേരുണ്ട്, ലിജിമോൾ ഉണ്ട്, പിന്നെ പെപ്പയുടെ മോളായിട്ട് അഭിനയിക്കുന്ന ആള്, അവരെല്ലാം അടിപൊളിയായിരുന്നു. പെർഫോമൻസ് ഓറിയന്റഡ് കിടിലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ ഇതിനു മുമ്പ് മലയാളത്തിൽ തന്നെ കുറെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഗോദ സിനിമയ്ക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു റെഫറൻസ് എന്ന് പറയാം. അപ്പൊ അതേപോലെ നമ്മുടെ ബിജു മേനോന്റെ മറ്റേ വോളിബോൾ കളിക്കുന്ന ഒരു പടമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതേപോലൊക്കെയുള്ള റെഫറൻസ് ഓറിയന്റഡ് ആയിട്ട് പുള്ളി ഒരു ബോക്സർ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ബോക്സിംഗിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ടൈപ്പ് പരിപാടിയാണ്. അപ്പൊ അങ്ങനെ കണ്ടിരിക്കാൻ ഒരു ലാഗും വെറുപ്പൊന്നും ഇല്ലാതെ നൈസ് ഒരു വൈബിന് കാണാം. പിന്നെ പെപ്പയുടെ കിൻഡൽ ഇടിയും കുറെ കാണാൻ പറ്റും. ദാവീദ് എനിക്കൊരു ഓക്കെ ഫീൽ ആയിരുന്നു. അതായത് നമുക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വെറുപ്പീര അയ്യോ മോശമായിപ്പോല്ലോ അയ്യോ വരണ്ടായിരുന്നു എന്നൊന്നും ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നമുക്ക് ഓക്കെ മൂഡായിരുന്നു ദാവീദ്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ദാവീദ് എനിക്ക് ഇഷ്ടപ്പെട്ടു. റൊമാൻസ് എനിക്ക് വർക്കൗട്ട് ആയില്ല. ബേസിക്കലി എനിക്ക് അവരുടെ ഈ അമൽ ദേവിസിന്റെയും ഷാജോൺ ചേട്ടന്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. പക്ഷെ അതല്ലാണ്ട് അതിനകത്തൊന്നും തോന്നിയില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അതെല്ലാം കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.